ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg മെഷർമെൻറ്റിലുള്ള സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. സ്പഞ്ച് റെഡിയാക്കുന്ന ടൈമിൽ ഞാനതിൽ കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് ചേർക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സും ആണ്. അപ്പോൾ ഇതേ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മുൻപും ചോക്കോ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ, അതായത് പ്രളാൻ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് കേക്ക് നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്ത ക്രീമിൽ ചെറിയ ചെറിയ എയർ ബബിൾസ് കാണാറുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് നമ്മൾ ക്രീമിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നല്ല എയർ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കുക. എനിക്ക് 1-2 പ്രാവശ്യം ഈ ഒരു ബബിൾസിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് ബേസിൽ പറ്റി പിടിച്ചിട്ടുള്ള ക്രീം നമുക്ക് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയോ യൂസ് ചെയ്തിട്ട് തുടച്ച് കളയാവുന്നതാണ്. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഡ്രോപ്സ് യെല്ലോയും അതിലേക്ക് 1 ഡ്രോപ്സ് ഓറഞ്ച് കളർ കൂടെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഇൻക്ലൂഡ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ അതിന് ശേഷം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ വീഡിയോ കിട്ടിയിട്ടില്ല എന്ന്. ഏതായാലും എങ്ങനെയാണ് ഫ്ലവേഴ്സ് വരയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് ഈ 1 സൈഡ് മാത്രം ഫ്ലവേഴ്സ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളറ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം പിന്നെ ഒത്തിരി ബാക്കി വന്നുകൊണ്ട് 2 സൈഡിലും ഫ്ലവേഴ്സ് വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഫ്ലവേഴ്സൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു ബോർഡർ പോലെ നമ്മുടെ നോർമൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു എലഗൻ്റ് ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ട് നിർത്താമെന്നാണ് വിചാരിച്ചത്. പിന്നെ നേരത്തെ ഫില്ലിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സോസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡിലായിട്ട് ആ സോസും ചെറിയൊരു ഡ്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ.